ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലളിതം സഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 65-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അധ ശ്രീമദ് ഭഗവത്ഗീതായ സാഖ്യയോഗോ നാമ്നേ ദ്വിതീയോധ്യായേ പഞ്ചാഷഷ്ഠി ശ്ലോകഃ. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായത്തെ പ്രസന്നചേതസോ ഹ്യാശോ ബുദ്ധി പര്യവതിഷ്ഠതേ. കഴിഞ്ഞ ശ്ലോകം മനഃപ്രസാദം ലഭിക്കുന്നതിനെ കുറിച്ചായിരുന്നു. ഇപ്പോൾ മനഃപ്രസാദം ലഭിച്ചു കഴിയുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന് പറയുകയാണ്. മനഃപ്രസാദം ലഭിച്ചു കഴിഞ്ഞാൽ അവന് എല്ലാ ദുഃഖങ്ങളുടെയും നാശമാണ് സംഭവിക്കുന്നത്. പ്രസന്ന ചിത്തൻ്റെ ബുദ്ധി ഉടൻ തന്നെ സുപ്രതിഷ്ഠിതമായിട്ട് തീരുകയും ചെയ്യുന്നു. നാമത്തിലേക്ക് വരാം. നാമം 507. പീതവർണ്ണ. പീതമായ നിറത്തിലുള്ള ദേവിയെ പീതവർണ്ണ എന്ന് വിശേഷിപ്പിക്കാം. പീത എന്നാൽ മഞ്ഞ എന്നർത്ഥം. അതുപോലെ കുടിച്ചത്, ചെരിഞ്ഞത്, നിറഞ്ഞത്, കുതിർന്നത്, ഉണങ്ങിയത് എന്നീ അർത്ഥങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഉദരവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നാമത്തെ കൊണ്ടുപോകാം. ചെറുതായിട്ട് രൂപം കിട്ടിയിട്ടുണ്ടാവും. ചെറുകുടലിൽ കൊഴുപ്പിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന പിത്തരസമാണ് ഇതിലൂടെ വരുന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം ആവശ്യാനുസരണം ചെറുകുടലിൽ വെച്ചാണ് വിഘടനത്തിൻ്റെ ഉപാധിയായിട്ട് വർത്തിക്കുന്നത്. അങ്ങനെയുള്ള പീതവർണ്ണം നൽകുന്നത് നമ്മിൽ കുടിയിരിക്കുന്ന സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ പ്രഭാവം മൂലമാണ് എന്നാണ് നാം സൂചിപ്പിക്കുന്നത്. നമുക്ക് പ്രണവുമായിട്ടും ബന്ധപ്പെടുത്താം. അപ്പോൾ അകാരമാണ് മഞ്ഞ നിറത്തിലുള്ളത്. അകാരത്തിന് രാജസിക ഗുണമാണ്. അകാരം, ഉകാരം, അകാരമാണ് പ്രണവം അല്ലേ. ഉകാരത്തിന് വെളുത്ത നിറവും സത്വഗുണവുമാണ്. മകാരത്തിനോ കറുത്ത നിറവും താമസിക ഗുണവുമാണ്. ഇത് മൂന്നും ചേരുമ്പോഴാണ് ഓങ്കാരമായിട്ട് മാറുന്നത്. കൂടാതെ സദ്യോജാതനായിട്ടുള്ള ബ്രഹ്മവും പീതവർണ്ണമാണ്. ഇതിൽ നിന്നാണ് ക്രിയാശക്തി ഉടലെടുക്കുന്നത്. പഞ്ചബ്രഹ്മോപനിഷത്തിൽ ഇതിനെപ്പറ്റി പ്രസ്താവിക്കുന്ന ശ്ലോകമുണ്ട്. ശാകല മഹർഷി പിപ്പലാദ മഹർഷിയുടെ പുത്രനോട് ചോദിക്കുന്നതാണ് ശ്ലോക സന്ദർഭം. നോക്കിക്കോളൂ. ഗോപ്യാദ്ഗോപ്യതരം ലോകേ യദ്യസ്തി ശൃണുശാകല സദ്യോ ജാതം മഹീപൂഷ രമാ ബ്രഹ്മാ ത്രിവൃത്സ്വരഃ ഋഗ്വേദാഗാർഹപത്യം ച മന്ത്രാഃ സപ്തസ്വരാസ്തഥാ വർണ്ണം പീതം ക്രിയാശക്തി സർവാഭീഷ്ടഫലപ്രദം. അല്ലയോ ശാകല, ലോകത്ത് രഹസ്യമായിട്ടുള്ളത് സദ്യോജാതമാണ് എന്നറിഞ്ഞാലും അത് ഭൂപോഷണം, രമം, ബ്രഹ്മം, അകാരാദി 3 സ്വരങ്ങൾ, ഋഗ്വേദം, ഗാർഹപത്യം എന്നീ മന്ത്രങ്ങൾ, സപ്തസ്വരങ്ങൾ, മഞ്ഞവർണ്ണം, ക്രിയാശക്തി എന്നിങ്ങനെ സർവാഭീഷ്ട ഫലപ്രദങ്ങളായി നിലകൊള്ളുകയാണ്. അന്നേരം നമ്മുടെ നാമം ബ്രഹ്മത്തിൻ്റെ ക്രിയാശക്തിയാണ് ദ്യോതിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. തൻ്റെ ക്രിയാശക്തിക്കായിട്ടാണ് സത്യസ്വരൂപനായ മഹാവിഷ്ണു പീതാംബരമണിഞ്ഞിരിക്കുന്നത്. രജസ്വരൂപനായ ബ്രഹ്മാവിന് വെള്ള വസ്ത്രമാണ്. സത്വത്തിന് രജസ്സും രജസ്സിന് സാത്വികതയും ചേരുമ്പോൾ തമസ്സിന് താമസികം തന്നെയാണ് ഭൂഷണമാവുന്നത്. മറ്റർത്ഥങ്ങളും പ്രകൃതിയിലൂടെയും തത്വത്തിലൂടെയും ഭാവിക്കാം. അപ്പോൾ നിറഞ്ഞ നിറം, കുടിച്ച നിറം, നിറത്തിൽ കുതിർന്നിട്ടുള്ളത്, ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ വരും. നിറങ്ങളെ ഇങ്ങനെ സേവിച്ചത് മൂലമാണ് പ്രകൃതി നിറങ്ങളാൽ സമൃദ്ധമായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ തൻ്റെ സൃഷ്ടികൾക്കെല്ലാം ഓരോരോ നിറങ്ങൾ സമ്മാനിക്കുവാനും സാധിക്കുന്നത്. നാം എന്താണോ ഉൾക്കൊള്ളുന്നത് അതുമാത്രമേ നമുക്ക് കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നതും ഓർക്കണം. അതുകൊണ്ടാണ് പ്രകൃതി എന്തൊക്കെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് അത് തിരിച്ചു നൽകുന്നത്. അല്ലാതെ നിമിമാത്ര കൊണ്ട് ഏതൊരാൾക്കും ഒന്നും ഉരുവപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. ഒന്നും പെട്ടെന്ന് അത്ഭുതത്തോടെ സൃഷ്ടിക്കപ്പെടാൻ സാധിക്കുന്നതല്ല എന്ന് ചുരുക്കം. എന്തിൻ്റെയും സത്തിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന വിശാല ചിത്തത്തെയും പീതവർണ്ണം സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഭൗമോപരിതലത്തിൽ എന്തു വന്നാലും അത് ഭൂമിയിലേക്ക് തന്നെ ആകർഷിക്കപ്പെടുന്നത് ഈ ഒരു പ്രഭാവം മൂലമാണ്.
താത്വികമായ വിവക്ഷയിൽ മോക്ഷമാർഗകാംക്ഷിയായ ഒരു പഥികനെ ഗുണങ്ങളാൽ നിറയ്ക്കുന്ന അവനിലെ ഭൗതികതയെ ഉണക്കിയെടുക്കുന്ന ശക്തിയെ വിവക്ഷിക്കാം. ആരാധനാ സ്വരൂപത്തിൽ മഞ്ഞ വസ്ത്രധാരണിയായിക്കൊണ്ട് മഞ്ഞ ലോകത്തിൽ അഭിഷിക്തയായ സരസ്വതീ ദേവി തന്നെയാണ് വരുന്നത്. നാമം അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത ക്രിയാശക്തിയായിരിക്കണം. എങ്ങനെയുള്ള ക്രിയാശക്തിയാണ്? ജഗതോപകാരത്തിനായിക്കൊണ്ടുള്ള ക്രിയാശക്തി നിറഞ്ഞുകൊണ്ടാകട്ടെ ഈ നാമം നമ്മളിൽ പൂർണ്ണമായി തീരുന്നത്. നമസ്കാര ശബ്ദം. ഓം പീതവർണ്ണായേ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി.